പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൽ 2 ഇന്ത്യക്കാർ കൂടി കൊല്ലപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ മസ്കറ്റിലാണ് മരണം സംഭവിച്ചത്. അതേസമയം ഇറാന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനാണ് അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ തീരുമാനം. ഇറാൻ കീഴടങ്ങലിന്റെ വക്കിലാണെന്ന് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ അവകാശവാദത്തെ പൂർണ്ണമായി തള്ളുക മാത്രമല്ല, കനത്ത തിരിച്ചടി തുടരുമെന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഇറാൻ. അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു. അമേരിക്കൻ പടക്കപ്പലിന് തീപിടിച്ച സംഭവങ്ങളുമുണ്ടായി. ഹോർമുസ് കടലിടുക്ക് കടന്നുവരാൻ 28 ഇന്ത്യൻ കപ്പലുകൾ അനുമതി കാത്ത് കഴിയുകയുമാണ്. In Muscat today there was an attack, and in this incident 2 Indian nationals have died. We express our deepest condolences to their families. Of the 11 injured, 10 are Indians. Out of them, 5 have been discharged after receiving treatment, and 5 others are receiving treatment in local hospitals. None of them are reported to have serious injuries. Our mission is in close touch with the concerned company and local authorities and is rendering all assistance. വിനോദ് ചേരുന്നു. വിനോദ്, ഇന്ത്യക്കാരുടെ മരണം ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ജീവിതം സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരം? സൈത്ത്, മസ്കറ്റിലെ അൽ അവാനി ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 4 ഇത് ഇപ്പോൾ കൊല്ലപ്പെട്ടവർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്, ഇവരുടെ പേരോ മറ്റ് വിലാസമോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ മരണം ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണെന്ന അറിയിപ്പും എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ത്യക്കാരുടെ സുരക്ഷ, അതിന് വലിയ മുൻകരുതൽ നൽകണമെന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ നേവി അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്ക് അത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്കും പരിസര പ്രദേശങ്ങളിലുമായി നിലയുറപ്പിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യൻ കപ്പലുകളുണ്ട്. ആ ഇന്ത്യൻ കപ്പലുകളിൽ ഉള്ള ജീവനക്കാരുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന വലിയ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. മുസ്തഫ ഖമനേയി, അദ്ദേഹത്തിൻ്റെ കാൽ നഷ്ടമായതായും അദ്ദേഹം കോമ സ്റ്റേജിലാണെന്നുമുള്ള ചില വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഖമനേയുടെ 2ാമത്തെ മകനാണ്. ഖമനേയുടെ മരണത്തിന് ശേഷമാണ് മുസ്തഫ പരമാധികാരിയായി ചുമതലയേറ്റത്. മുസ്തഫ ഇപ്പോൾ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വിവരം പുറത്തു വരുന്നു. അതേസമയം ട്രംപിൻ്റെ അവകാശവാദം ഇറാനിന് ഇനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും, സേനാ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി. കരയുദ്ധത്തിൻ്റെ ആവശ്യം പോലുമില്ല. അതിനു മുൻപ് ഇറാൻ കീഴടങ്ങുമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഒരു കാരണവശാലും കീഴടങ്ങില്ല എന്നത് മാത്രമല്ല, മറ്റ് GCC രാജ്യങ്ങളോട് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പില്ല, എന്നാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്ന നടപടി തുടരും എന്ന കാര്യം അവർ പറയുന്നു. മാത്രമല്ല, എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ വലിയ പടക്കപ്പലാണ് എബ്രഹാം ലിങ്കൺ ആക്രമിച്ചുവെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ജെറാൾഡ് ഫോർഡ്, അതായത് അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലാണ്, ആ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായ വിവരങ്ങൾ വരുന്നു. കപ്പലിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയർന്നിട്ടുണ്ട്, അതിൽ സ്ഫോടനം നടന്നു എന്ന വിവരം ഇത് US-ഉം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആക്രമണത്തിലല്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന വിവരമാണ് US നൽകുന്നത്. അമേരിക്കയുടെ മറ്റൊരു പോർ വിമാനം ഇറാൻ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇറാൻ്റെ ആക്രമണം ഒരു വശത്ത് അതിശക്തമായി നടക്കുകയാണ്. ദുബായിൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്ന നിലയുണ്ടായി. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ എണ്ണയുടെ കാര്യത്തിലാണ്. ക്രൂഡ് ഓയിലിൻ്റെയും പാചകവാതകത്തിൻ്റെയും നിലയിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഹോർമുസ് കടലിടുക്കിൽ 28 ഇന്ത്യൻ കപ്പലുകളാണ് അനുമതി കാത്തു നിൽക്കുന്നത്. ഇതിൽ LPG-യുമായുള്ള 8 കപ്പലുകളുണ്ട്. മറ്റ് കപ്പലുകളിൽ വാണിജ്യ വസ്തുക്കളാണ്. ഈ കപ്പലുകളെല്ലാം തന്നെ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കപ്പലുകളിലായി ഏതാണ്ട് 900-ഓളം ജീവനക്കാരുണ്ട്. ഇറാനിൽ 200 ഇന്ത്യക്കാരുണ്ടെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ 90% ക്രൂഡ് ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ 55% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇപ്പോൾ ഈ ആവശ്യത്തിൻ്റെ 70% മറ്റ് വഴികളിലൂടെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പാചകവാതകത്തിൻ്റെ കാര്യത്തിലും അതേ നില തന്നെയാണ്. 62% ഇന്ത്യയുടെ ആവശ്യത്തിൽ 62% പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ഇതിൽ തന്നെ 90% ഹോർമുസ്
ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പാചകവാതകം എത്തിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഹോട്ടലുകളുടെ പ്രവർത്തനമൊക്കെ ആകെ താറുമാറായിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്ന പാചകവാതകത്തിൽ 13% വാണിജ്യ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഹോട്ടലുകൾ ഒന്നിനു പുറകെ ഒന്നായി പൂട്ടുന്ന നിലയാണ്. ഇത് സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമീണ മേഖലയിൽ ഗ്യാസുകളുടെ ബുക്കിംഗ് അത് 45 ദിവസത്തെ ഇടവേളകളിലുള്ള ദൈർഘ്യമാക്കി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ ജീവന് കൂടി ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയിരിക്കുന്നത്. സജിത്ത്.